ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 13 വിശുദ്ധ ജോൺ. അർമീനിയയിലുള്ള ഒരു കുലീന കുടുംബത്തിലാണ് ജോൺ ജനിച്ചത്. ദൈവവിശ്വാസമുള്ള മാതാപിതാക്കൾ അവനെ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു. ആത്മീയ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജോൺ പ്രതിജ്ഞ എടുത്തിരുന്നു. തന്റെ നാവ് പാപത്തിന് കാരണമാകുന്നുവെന്ന് മനസ്സിലാക്കിയ ജോൺ വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചുള്ളൂ. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തിരുന്ന ജോൺ മാതാപിതാക്കളുടെ മരണശേഷം നിക്കോപോലീസിൽ പരിശുദ്ധ കനികാമറിയത്തിന്റെ നാമത്തിൽ ഒരു ആശ്രമത്തിന് തുടക്കമിട്ടു. ജോണിനെ പോലെ തന്നെ തീവ്ര വിശ്വാസികളായിരുന്ന 10 പേർ കൂടി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ചേർന്നു. വർഷങ്ങളോളം പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും നിറഞ്ഞ് പുരോഹിത ജോലി നിർവഹിച്ച ജോണിനെ 28-ാം വയസ്സിൽ സെബസ്തിയിലെ ആർച്ച് ബിഷപ്പ് അർമീനിയൻ കോളനിയൽ രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്തു. തന്റെ ചുമതലകൾ ജോൺ ഭംഗിയായി നിർവഹിച്ചു. എങ്കിലും തന്റെ തപസ്സിനും പ്രാർത്ഥനകൾക്കും ഒരു മുടക്കവും വരുത്തിയില്ല. അർമീനിയൻ ഗവർണർ അനാവശ്യമായി പള്ളിക്കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ജോൺ അസ്വസ്ഥനായിരുന്നു. ഒരു ദിവസം രാത്രി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കെ ആകാശത്ത് കുരിശിന്റെ ആകൃതിയിൽ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടതായും ആരോ തന്നോട് സംസാരിക്കുന്നതായും അദ്ദേഹത്തിന് തോന്നി. നീ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വെളിച്ചത്തെ അനുഗമിക്കുക. ജോൺ ആ വെളിച്ചം നീങ്ങിയതിന് പിന്നാലെ നടന്നു. വിശുദ്ധനായ സാബാസിന്റെ ആശ്രമത്തിന്റെ മുൻപിൽ വരെ ജോൺ എത്തിയപ്പോൾ വെളിച്ചം അപ്രത്യക്ഷമായി. 150-ലേറെ സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്നു. ജോൺ അവരോടൊപ്പം കൂടി പ്രാർത്ഥനകളിൽ മുഴുകി ജീവിച്ചു. ആരും ജോൺ ഒരു മെത്രാനാണെന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. ആശ്രമത്തിലെ എല്ലാ ജോലികളും ജോൺ ചെയ്തു. വെള്ളം കോരി, കല്ലുകൾ ചുമന്നു, കൃഷിപ്പണികൾ ചെയ്തു. വിശുദ്ധ സാബാസിന് ജോണിനെ ഇഷ്ടമായി. അവനെ ഒരു പുരോഹിതനാക്കാൻ സാബാസ് തീരുമാനിച്ചു. ഇതറിഞ്ഞ ജോൺ സാബാസിന്റെ അടുത്തെത്തി സ്വകാര്യമായി പറഞ്ഞു, പിതാവേ, ഞാൻ മെത്രാൻ പദവി സ്വീകരിച്ചവനാണ്. എന്നാൽ എന്റെ പാപങ്ങൾ എന്നെ അസ്വസ്ഥനാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്നോടി ഇവിടെ എത്തുകയായിരുന്നു. ദൈവത്തിന്റെ വരവ് പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. തന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞതിനാൽ ജോൺ അവിടെ നിന്നും പോയി മരുഭൂമിയിൽ പോയി തപസ്സിരുന്നു. 76 വർഷം അവിടെ പ്രാർത്ഥനയിൽ മുഴുകി ജോൺ ജീവിച്ചു.